നിങ്ങൾ നൽകിയ അതേ വിവരങ്ങൾ അക്ഷരങ്ങളിലോ വാക്കുകളിലോ യാതൊരു മാറ്റവും വരുത്താതെ അധിക ചിഹ്നങ്ങളോ നമ്പറുകളോ ഇല്ലാതെ താഴെ നൽകുന്നു. നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സങ്കടങ്ങൾക്കും ആശങ്കകൾക്കും തീർന്നുകിട്ടാൻ കാത്തിരിക്കുന്ന ആഗ്രഹങ്ങൾക്കും ഒരു വഴികാട്ടലാണ്. ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ഇതെപ്പോഴാണ് ശരിയാകുന്നത്, എന്തുകൊണ്ടാണ് എല്ലാം വൈകുന്നത് എന്ന ചോദ്യങ്ങൾ നമ്മളെ വല്ലാതെ അലട്ടാറുണ്ട്, അല്ലേ? അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഇന്നത്തെ ഈ തൊടുകുറി ഒരു മനസ്സിന് ആശ്വാസം കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ദൈവിക ശക്തിയുമായി ബന്ധമുള്ള 3 പക്ഷികളുടെ ചിത്രങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ പക്ഷിയും ഓരോ ദേവതയുടെ വാഹനമായതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ആത്മീയമായൊരു സൂചന ഇവ നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമാത്രം നിങ്ങളുടെ മനസ്സിൽ നടന്നുകിട്ടേണ്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ തീരേണ്ട ഒരു പ്രശ്നം ഒന്ന് ഉറപ്പിക്കുക. പിന്നീട് നിങ്ങളുടെ മനസ്സിനെ ഏത് ചിത്രം ആകർഷിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. കാരണം അവിടെയാണ് നിങ്ങളുടെ തൊടുകുറി മറുപടി നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിനുശേഷം നിങ്ങളുടെ ഒരു ആഗ്രഹം കൂടി മനസ്സിൽ ആലോചിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ദൈവത്തിനെ കൂടി പ്രാർത്ഥിച്ച ശേഷം വേണം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാൻ. ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെയാണെങ്കിലും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചിത്രം ഹംസം, രണ്ടാമത്തെ ചിത്രം പരുന്ത്, മൂന്നാമത്തെ ചിത്രം ഹംസം. അതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം നടത്തിത്തരയണമേ എന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥനാരൂപത്തിൽ അപേക്ഷിച്ചുകൊണ്ട് അത് താഴെ കമന്റ് ബോക്സിലും എഴുതി ചേർക്കാവുന്നതാണ്. പറയാൻ കാരണം, നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം എഴുതി ചേർക്കുമ്പോൾ അത് നടന്നുകിട്ടാനുള്ള സാധ്യത നിങ്ങളുടെ വരും ദിവസങ്ങളിലേക്കുള്ള ദൈനംദിന ജീവിതത്തിൽ ഉറപ്പായും വർദ്ധിച്ചുകിട്ടും. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചിത്രമായ ഹംസത്തെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഒരു ത്യാഗസമ്പന്നമായ മനസ്സിന് ഉടമയാണ് നിങ്ങൾ എന്നുള്ള ഒരു വാസ്തവമാണ്. ഇതാണ് നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തുമ്പോൾ കൃത്യമായി കാണാൻ സാധിക്കുന്നത്. എന്നുവച്ചാൽ എത്രയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി, അത് നിങ്ങൾ പുറത്തു കാണിക്കാതെ ഉള്ളിൽ വച്ചുകൊണ്ടുതന്നെ മറ്റ് ആളുകളോട് ചിരിച്ച് ഇടപഴകുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പൊതുവായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് അവർക്കൊരു ജീവിതമുണ്ടാകട്ടെ എന്ന് അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയേണ്ടിവരും. അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാവുന്ന പല സുവർണ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ, അതും പല സമയത്തും നിങ്ങളുടെ മുൻപിൽ വന്നു പെട്ടിട്ടും അത് മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങൾ ദാനം കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത്, വാക്കും അതിൽ നിന്നുണ്ടാക്കുന്ന പ്രവൃത്തിയും ധാർമ്മികമായിരിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈയടക്കാമെന്നിരിക്കെ അത് മറ്റുള്ളവർക്കു വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേതെങ്കിൽ പോലും ഒരിക്കലും ആരെയും ചതിക്കുവാനോ ഉപദ്രവിക്കുവാനോ താൽപ്പര്യമില്ലാത്ത ഒരു സ്വഭാവപ്രകൃതക്കാരാണ് നിങ്ങൾ. പറയാൻ കാരണം, അവരുടെ സന്തോഷത്തിലാണ് നിങ്ങളുടെ സന്തോഷമിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതി നിങ്ങൾ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഈ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടുതന്നെ നിങ്ങളിപ്പോൾ ഏതു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു തടസ്സം നേരിടുന്നതായിട്ടും തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നു. അതിപ്പോൾ ഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയുമായി സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ആയിക്കോട്ടെ, ഇവയിലെല്ലാം ആദ്യം നിങ്ങൾക്ക് തടസ്സങ്ങളായിരിക്കും വന്നുചേരുന്നത്. എന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായി മനസ്സിരുത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ടു പോകുകയാണെങ്കിൽ, നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒരുപടി കൂടി കടന്ന് അത് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ നടന്നു കിട്ടിയിരിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലുദ്ദേശിച്ച ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അതെപ്പോൾ നടന്നുകിട്ടും എന്ന് ചോദിച്ചാൽ, തൊടുകുറി ന്യൂമറോളജി ഗണിതപ്രകാരം ഇവിടെ കാണുന്നത് 3 മാസത്തിനുള്ളിൽ അത് നടന്നുകിട്ടാനുള്ള 90% സാധ്യതയാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ പകുതി സമയത്തിനുള്ളിൽ അത് നടന്നുകിട്ടിയേക്കും. പ്രത്യേകം ഓർക്കുക, ഇത് നമ്മുടെ സാമൂഹികപരമായിട്ടും അതുപോലെ തന്നെ മറ്റു ദൈവീകപരമായിട്ടുമുള്ള ചില മാനദണ്ഡങ്ങളെല്ലാമുണ്ട്. അതായത് നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന ആ ഒരു കാലതാമസം തീർച്ചയായിട്ടും എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടിയുടെ ജനനമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അതിനും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 12 മാസം കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബയോളജിക്കൽ പ്രോസസ്സുകളെല്ലാം അതിന്റേതായൊരു സമയത്ത് മാത്രമേ നടന്നുകിട്ടുകയുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ശുഭസൂചന നിങ്ങൾക്കേതായാലും ലഭിക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഹംസത്തിന്റെ ചിത്രം തെരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്.
അടുത്തതായി പറയുന്നത് രണ്ടാമത്തെ ചിത്രമായ പരുന്തിനെ തിരഞ്ഞെടുത്ത ആളുകൾക്കു വേണ്ടി അവരുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് വളരെയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിട്ട് നിങ്ങളുടെ ലിസ്റ്റിലുള്ളത്. പക്ഷേ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെ അതൊരു പരിപൂർണതയിലെത്തിക്കാണെന്നില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ ക്ഷമയില്ലാത്തതുകൊണ്ട് പല അബദ്ധങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റൊരാളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് എന്നുതന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മമേഖല, അതായത് സഹവർത്തിത്വ മേഖലയിലേക്ക് നോക്കിയാൽ സുഹൃത്തുക്കൾ നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നിങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് പരദൂഷണങ്ങളും കുത്തുവാക്കുകളും പറയാൻ കിട്ടുന്ന ഒരു അവസരവും അവർ പാഴാക്കാറില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മനോഭാവം വെച്ചൊന്ന് പറയുകയാണെങ്കിൽ, മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന ദുഷ്ടത്തരത്തിന്റെ ഫലങ്ങളെല്ലാം അത് അവർക്ക് തന്നെ അനുഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സവിശേഷമായ സ്വഭാവപ്രകൃതമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ജോലിസ്ഥലത്തും ബന്ധങ്ങൾക്കിടയിലും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സവിശേഷമായ ബലഹീനത മറ്റുള്ളവർ പല അവസരങ്ങളിലും മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പണമായിട്ടാണെങ്കിലും മറ്റു വസ്തുവകകളായിട്ടാണെങ്കിലും വളരെയധികം ഭൗതിക വസ്തുക്കൾ നിങ്ങളിൽ നിന്നും ആളുകൾ തന്ത്രപൂർവ്വം ചോദിച്ചു വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് കാണുന്നത്. എന്നാൽ ഇതിന്റെയൊന്നും നന്ദിയോ പ്രത്യുപകാരമോ അവർ നിങ്ങളോട് തിരിച്ചു കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിക്കാൻ അവർ താൽപ്പര്യപ്പെടുന്നില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു യാഥാർത്ഥ്യമായി ഇവിടെ പറയാൻ സാധിക്കുന്നത്. പക്ഷെ നിഷ്കളങ്കരായ നിങ്ങളെ സംബന്ധിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ സവിശേഷമായ സ്വഭാവത്തിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങളൊട്ടും താൽപ്പര്യപ്പെടുന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങളുടെ ജീവിത വിജയത്തിന് സാഹചര്യമനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടമുണ്ടാകേണ്ട ഇടങ്ങളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ പറഞ്ഞ ഒരു പാരഡോക്സായി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിലനിൽക്കുകയാണ്. അതിന്റെ ആ ഒരു പോരായ്മയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതും. ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹമാകാം, അല്ലെങ്കിൽ ഒരു ആവശ്യമാകാം. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ദുഃഖങ്ങൾക്കുള്ള നിവാരണങ്ങളുമാകാം. അത് എപ്പോൾ തീർന്നുകിട്ടും അല്ലെങ്കിൽ നടന്നുകിട്ടുമെന്ന് ചോദിച്ചാൽ ഇവിടെ തൊടുകുറി ഫലപ്രകാരം കാണുന്നത് 5 മാസം വരെ സമയമെടുത്തേക്കാമെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൽ നിങ്ങളുടെ സമയോചിതമായിട്ടുള്ള ആ ഇടപെടലുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം 2.5 മാസം കൊണ്ട് തന്നെ നടന്നുകിട്ടും എന്നുള്ളതാണ് തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത്. അതിനെ ഒരുപക്ഷെ പൂർണ്ണമായി അത് നടന്നുകിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ടാർഗറ്റിലേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് തെളിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടായിത്തീരുന്നതാണ്. പറയാൻ കാരണം, സൗഭാഗ്യവും ഈശ്വരകാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഇഷ്ടമൂർത്തി നിങ്ങൾക്ക് വരദാനമായിട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ വിധിവിധാനങ്ങളനുസരിച്ച് മാത്രമേ ജീവിതം മുന്നോട്ടു പോവുകയുള്ളൂ. അതിൻ്റേതായ തട്ടലും മുട്ടലുകളും എല്ലാ ജീവിതമാർഗമധ്യേ തീർച്ചയായിട്ടും ഉണ്ടായിത്തീരും. അതിൽ അസ്വസ്ഥത വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായ പരുന്തിനെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ. ഇനി അടുത്തതായി മൂന്നാമത്തെ ചിത്രമായ മൂങ്ങ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത്, അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിന്റെ മഹത്വം എന്നു പറയുന്നത് തന്നെ ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും മറ്റുള്ള ആളുകളോട് ആ ഒരു വിനയത്തോടുകൂടി പെരുമാറാനുള്ള നിങ്ങളുടെ സ്വഭാവ മഹിമയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. അതുകൊണ്ടുതന്നെയാണ് നിങ്ങൾ ലക്ഷ്മീദേവതയുടെ വാഹനമായ മൂങ്ങയുടെ ചിത്രം തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു പ്രധാന കാരണവും. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു വിശാല മനസ്സിനു ഉടമയായതുകൊണ്ടുതന്നെ ഏറ്റവും ആദ്യം നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധിഘട്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസരങ്ങളിൽ പോലും മറ്റാളുകളുമായി വളരെ സൗമ്യമായി തന്നെ ചിരിച്ചുകൊണ്ട് അവരോട് ഇടപഴകാനും അതിനോടൊപ്പം അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായഹസ്തങ്ങൾ ചെയ്തുകൊടുക്കാനും കഴിവുള്ള ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത്. അച്ചശ നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത സമൂഹത്തിലും ജോലിസ്ഥലത്തും നേടിത്തന്നിട്ടുമുണ്ട്. അത് ഈ പറഞ്ഞത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തൊരു പരമാർത്ഥമാണ്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അർഹതപ്പെട്ട മുതലുകൾ മറ്റാളുകളാണ് ഇപ്പോൾ കൈവശം വെച്ച് ഉപയോഗിച്ചുവരുന്നത് എന്നതാണ് ഫലമായി ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് പറയാൻ കാരണം, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയതെന്തോ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ. അതായത് യാതൊരു ഒച്ചപ്പാടും ബഹളത്തിനും ഒന്നും ആരോടും പോകാതെ സമാധാനപ്രിയരായിട്ട് ജീവിതം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പക്ഷെ നിങ്ങളീ കാണിക്കുന്ന സഹാനുഭൂതിയുടെ ആ ഒരു പരിണിതഫലം, അതായത് ധൈര്യം പ്രകടിപ്പിക്കേണ്ട ഇടങ്ങളിൽ മൗനം ഭജിക്കുന്നതുമൂലം ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണവും മറ്റു ഭൗതിക വസ്തുക്കളുമെല്ലാം നിങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ഉപഹാരം എന്ന രീതിയിൽ
മറ്റുള്ളവർ അത് അവരുടെ സ്വന്തമായി കണ്ട് ഉപയോഗിച്ചു പോരുന്നു. അതായത് യാക്രീഷ അവകാശി നിങ്ങളും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത് മറ്റുള്ളവരും. അതാണ് പറഞ്ഞത്, ഈ സഹാനുഭൂതി നിങ്ങളെ അവസാനം പോക്കറ്റ് കാലിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈയൊരു സ്വഭാവപ്രകൃതത്തിൽ നിന്നും അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കില്ല. പറയാൻ കാരണം, ബന്ധങ്ങൾക്ക് വളരെ വില കൽപ്പിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ടുതന്നെ ആരോടും അർത്ഥം മുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പല സുപ്രധാന കാര്യങ്ങളിലും തീരുമാനമെടുത്തില്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വരെ ഇതിന്റെ ആ ഒരു ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഫലം പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വളരെയധികം ദൈവാധീനമുണ്ടെന്നാണ് അടിവരയിട്ട് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടുതന്നെ എത്ര വലിയ വീഴ്ചകൾ നിങ്ങൾക്ക് വന്നുപെട്ടാലും ശരി, അതിൽ നിന്നെല്ലാം ഒരു പോറൽ പോലും ഏൽക്കാതെ ഇതുവരെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വഭാവപ്രകൃതവുമായി ബന്ധപ്പെട്ട് തൊടുകൂറി ന്യൂമറോളജിയിൽ കാണുന്നത്. ഇനി അടുത്തത്, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം അതെപ്പോൾ നടന്നുകിട്ടും എന്ന് ചോദിച്ച 2 മാസത്തിനുള്ളിൽ നടന്നുകിട്ടുമെന്നാണ് തൊടുകുറി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിർബന്ധമാണ്, ഗൗരവമായി കാണേണ്ട വിഷയങ്ങളെല്ലാം അതിന്റെ ആ ഒരു സ്വഭാവമനുസരിച്ച് നിങ്ങൾ ഗൗരവമായി തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ അവിടെ മറ്റുള്ളവർ പാവമല്ലേ, അല്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ലാത്ത ജീവിതങ്ങൾ അല്ലേ അവർ എന്നു വിചാരിച്ച് ഭൂമിയോളം നിങ്ങൾ ക്ഷമിച്ചുകൊടുത്താൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാകുന്നതല്ല. ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇനിയുള്ള ജീവിതത്തിൽ ഉടനീളം ഈ പറഞ്ഞ ഈയൊരു കാര്യം നിങ്ങൾ കൃത്യമായി ഓർമ്മിച്ചു വെക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഇത്രയുമാണ് 3ാമത്തെ ചിത്രമായ മൂങ്ങ തെരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ 3 തൊടുകുറി വിവരണങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും എത്രയധികം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ട് എന്നത് കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയാൽ ഞാനിവിടെ ഓരോ ചിത്രങ്ങളെക്കുറിച്ചും വിവരിച്ച കാര്യങ്ങളെല്ലാം എത്ര കണ്ട് കറക്റ്റാണ് എന്ന് എനിക്കും കൂടി ഒരു ധാരണയുണ്ടായിക്കിട്ടും. ഇത്രയും കാര്യങ്ങളുമാണ് ഇതിൽ പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.